Hello everyone, welcome back to Aptis Academy. So in this video, നമ്മൾ BH semester 4 ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ പേപ്പറിൻ്റെ യൂണിറ്റ് 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആക്ച്വലി നമ്മൾ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് എടുത്തിരിക്കുന്നത്. സോ ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡ് യൂണിറ്റിൻ്റെ പേരാണ് ജെൻഡർ ഐഡൻറ്റിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ പ്രോസസ്സ്. സോ ഈ ഒരു യൂണിറ്റിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വന്നിട്ടുള്ള 4 ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ 2 തവണയും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഡിസിപ്ലിനിങ് ടെക്നിക്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്, അതുപോലെ ജെൻഡർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇത് 2 ഇയേഴ്സിലും റിപ്പീറ്റഡ് ആയി വന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് വരുന്ന ക്വസ്റ്റ്യൻ ദ വേസ് ഓഫ് മെഷറിംഗ് ജെൻഡർ ഐഡൻറ്റിറ്റി ആൻഡ് വാട്ട് ആർ ദ വേസ് ടു പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ഇൻ സ്കൂൾ. സോ ഇതിലുള്ള കോണ്ടൻറ്റുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് യൂണിറ്റിലെ കോണ്ടൻറ്റുകളാണ് ലിസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ കോണ്ടൻറ്റിൽ നിന്നും ഫസ്റ്റ് വന്നിട്ടുള്ള കാര്യമാണ് പ്രോസസ് ഓഫ് ഡിസിപ്ലിൻ ടെക്നിക്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. സോ ആ ഒരു ആൻസറാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോകാം. നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിലായിട്ട് വേണ്ടത് എല്ലാം നമുക്ക് ഒന്നും കൂടെ നോക്കാവുന്നതാണ്. ഓക്കെ, സോ ഇവിടെ ഡിസിപ്ലിനിങ് ടെക്നിക്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അവർക്ക് കൊടുക്കുന്ന ഡ്യൂട്ടീസ് ബോയ്സിനും ഗേൾസിനും തുല്യമായിരിക്കണം ഡ്യൂട്ടീസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ബോയ്സും ഗേൾസും 2 പേർക്കും റെസ്പോൺസിബിലിറ്റീസ് ഈക്വലായിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ജെൻഡർ ബയാസുകളും സ്റ്റീരിയോടൈപ്പുകളും ഒന്നും ഉണ്ടാവാൻ പാടില്ല. അവർക്ക് അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ചുള്ള ടാസ്കുകളാണ് കൊടുക്കേണ്ടത്, അല്ലാതെ അവരുടെ ജെൻഡറിനനുസരിച്ചല്ല. അതുപോലെ തന്നെ ഒരു നോൺ ട്രഡീഷണൽ ഡിവിഷൻ ഓഫ് ലേബറാണ് ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ പണ്ട് കാലത്ത് ട്രഡീഷണലായിട്ട് എങ്ങനെയായിരുന്നു ബോർഡ് മായ്ക്കാൻ അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരാൾക്കും അസൈൻ ചെയ്യും. കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് വേറെ ആൾക്ക് അസൈൻ ചെയ്യും. ക്ലാസ്സിലുള്ള പൊടികളൊക്കെ വൃത്തിയാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് അസൈൻ ചെയ്യും, പെൺകുട്ടികൾക്ക് അസൈൻ ചെയ്യും. ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം. അതുപോലെ തന്നെ പണിഷ്മെൻറ്റ് മസ്റ്റ് നെവർ ബി മേക്കിംഗ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇറ്റ് ടുഗെദർ. അപ്പോൾ പണിഷ്മെൻ്റ് ആയിട്ട് ഒരിക്കലും ഗേൾസിനെയും ബോയ്സിനെയും ഒരുമിച്ചിരുത്തരുത്. ഗേൾസും ബോയ്സും ഒരുമിച്ച് തന്നെയാണ് ഇരിക്കേണ്ടത്. വേണമെങ്കിൽ ഇരിക്കാം, ഇരിക്കാതിരിക്കാം, അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷേ അതൊരു പണിഷ്മെൻ്റ് ആയി കൊടുക്കുന്ന സമയത്ത് അവർ വിചാരിക്കും ഇത് സംതിങ് വിയേർഡ് ആയിട്ടുള്ള കാര്യമാണ് ബോയ്സ് ആൻഡ് ഗേൾസ് ഒരുമിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ 2 പേർക്കും ഈക്വൽ ആയിട്ടുള്ള പ്രൈസും അപ്രൂവലും എല്ലാം ലഭിക്കണം. ഗ്രൂപ്പ് ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെൻഡേഴ്സിൽ നിന്നും റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരാളെ ആയിരിക്കണം. ഓക്കെ, ബോയ്സിൽ നിന്നുമുള്ള ഒരു ലീഡർ ആവാം, ഗേൾസിൽ നിന്ന് ലീഡറും ആവാം. അല്ലാതെ ജെൻഡർ ബേസിൽ ലീഡറിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതുപോലെ തന്നെ മിസലീനിയസ് ഡ്യൂട്ടീസ് അസൈൻ ടു ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് നോട്ട് ചെയ്യണം. പിന്നെ വരുന്നത് 2 സെക്സിനും ഡ്യൂട്ടീസ് സെയിം ആയിട്ട് തന്നെ ഷെയർ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗേൾസിന് വൃത്തിയാക്കാൻ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് 2 പേരും ടൈഡി ആയിട്ട് തന്നെ ഇരിക്കേണ്ടതാണ്. അവർ 2 പേരും മോണിറ്റേഴ്സ് ആവാനുള്ള യോഗ്യത ഉള്ളവരുമാണ്. അതുപോലെ തന്നെ കമൻസ് മെയ്ഡ് ബൈ ചിൽഡ്രൻ ദാറ്റ് റിഫ്ലക്ട് ഡിസ്ക്രിമിനേറ്ററി ഓർ ആൻ ഇൻടോളറൻറ്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അതർ ജെൻഡർ ഷുഡ് ബി ഡിസ്കറേജ്. ഒരു ജെൻഡറിനെതിരെ മറ്റൊരു കുട്ടി അതിലേതെങ്കിലും ജെൻഡർ ഓപ്പോസിറ്റുള്ള ആളുകൾ ആ ജെൻഡറിനെ പറ്റിയിട്ട് പറയുന്ന ഇൻടോളറൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സും കാര്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. നെഗറ്റീവ് കോമൻറ്റ്സ് ബേസ്ഡ് ഓൺ ദ സെക്സ് റോൾ ഷുഡ് നോട്ട് ബി മെയ്ഡ്. അതുപോലെ തന്നെ ഇത് നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ചില കാര്യങ്ങൾ ഗേൾസ് ചെയ്യാൻ നേരത്ത് പറയും. അതുപോലെ തന്നെ ബോയ്സ് എന്തെങ്കിലും ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നൊന്നും അങ്ങനെയുള്ള നെഗറ്റീവ് കോമൻറ്റ്സ് ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കുറച്ചുകൂടെ പോയിൻറ്റ്സ് ആണ് നോക്കുന്നത്. പിന്നീട് പേഴ്സണൽ ക്ലീൻലിനെസ് 2 പേർക്കും ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഹോം അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഹോംവർക്ക്സും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ടായിരുന്നില്ലേ സ്കൂളിൽ പഠിക്കുമ്പോൾ. അതുപോലെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്തും എന്ത് ശ്രദ്ധിക്കണം, 2 പേർക്കും തുല്യമായിട്ടുള്ള രീതിയിലാണ് കളക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് എന്നൊക്കെ നോക്കുക. അതുപോലെ തന്നെ സ്റ്റുഡൻസ് കുട്ടികളെ ക്വിസിന്, ഡിബേറ്റിന്, റെസിറ്റേഷനൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഡിബേറ്റ് ബോയ്സിനുള്ളതാണ്, അത് ഗേൾസിന് കഴിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാറ്റിവെക്കുക. റെസിറ്റേഷൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് കൊടുക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ ജെൻഡർ ബയാസ് ഇല്ലാതെ തന്നെ അതൊക്കെ ചൂസ് ചെയ്യുക. ക്ലെൻലിനെസ്സും ബ്യൂട്ടിഫിക്കേഷനും ബോയ്സിനും ഗേൾസിനും ഈക്വലായിട്ട് കൊടുക്കുക. ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക. പഞ്ചായത്തുകളൊക്കെ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ബോയ്സിനെയും ഗേൾസിനെയും ഒരുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ക്ലാസ് ഇലക്ഷൻസിൽ നേരത്തെ പറഞ്ഞതുപോലെ ലീഡേഴ്സ് ആവാനുള്ള ചാൻസ് 2 പേർക്കും കൊടുക്കുക. അതുപോലെ 5 to 6 മോണിറ്റേഴ്സ് കൺസിസ്റ്റിംഗ് ഓഫ് ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് ക്യാൻ ബി അപ്പോയിൻറ്റഡ് ഫോർ ഡിഫറെൻറ്റ് ടാസ്ക് സച്ച് ആസ്, അതായത് ക്ലാസ് റൂമിൽ തന്നെ ഒരു ക്ലാസ് ലീഡറിന് പകരം
ക്ലാസ് ലീഡർ ഓൾറെഡി ഉണ്ടാകും. അതിന് പുറമെ എക്സ്ട്രാ ഡ്യൂട്ടീസും കാര്യങ്ങളും ക്ലാസ്സിലേത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബെഞ്ച് റൊട്ടേഷൻസ്, അതുപോലെ തന്നെ ക്ലാസ് റൂം മെയിൻ്റനൻസ്, ഡിസിപ്ലിൻ, അങ്ങനെ ഓരോ ഡ്യൂട്ടികളും ഉണ്ടാവുമല്ലോ. ആ ഡ്യൂട്ടികളൊക്കെ ഓരോ ആളുകൾക്കായിട്ട് വീതിച്ച് കൊടുക്കുക. അത് ജെൻഡറിനെ നോക്കിയിട്ട് ചെയ്യരുത്. അടുത്ത നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ജെൻഡർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അസൈൻഡ് ഇൻ സ്കൂൾസ് ആൻഡ് ക്ലാസ് റൂംസ് എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടി. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ ഈ ഒരു ചാർട്ട് ഒന്ന് നോക്കാം. ഡിസ്കസ് ദി ജെൻഡർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഇൻ സ്കൂൾസ് ആൻഡ് ക്ലാസ് റൂംസ് ആണ്, ക്ലാസ്മേറ്റ്സ് അല്ല. അപ്പോൾ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ഫിസിക്കൽ എൻവയോൺമെൻറ്റും വരുന്നുണ്ട്, സോഷ്യൽ എൻവയോൺമെൻറ്റും വരുന്നുണ്ട്. ഫിസിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാസ് റൂമിൻ്റെ സൈസ്, വെൻറ്റിലേഷന്, ലൈറ്റ്, ഫേർണിച്ചർ, അത് അല്ലെ എന്ത് എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ് ടീച്ചിങ്ങിനും ലേണിങ്ങിനും യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ എല്ലാ സമയത്തും ഒരു ജെൻഡർ ഫ്രണ്ട്ലി ആയിരിക്കുന്ന കണ്ടീഷൻ ആയിരിക്കില്ല ഉണ്ടാവുന്നത്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ചില ഓവർ ക്ലൗഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, ഫോൾട്ടി ഫേർണിച്ചർ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവും. ഇതൊക്കെ ജോസ്ലിങ്ങിനും പുഷിങ്ങിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും, അല്ലെങ്കിൽ സീറ്റ് മര്യാദയ്ക്ക് എല്ലാവർക്കും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ വിടും. ഇപ്പോൾ എല്ലാ ക്ലാസ്സിലും +1 +2 ക്ലാസ് റൂം നോക്കുകയാണെങ്കിൽ മിക്കവാറും 63-65 സ്റ്റുഡൻസ് ഒക്കെ ഒരു ക്ലാസ്സിലുണ്ടാവും. അപ്പോൾ അവരെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് റൂം ആയിരിക്കണം എന്നില്ല ചില ക്ലാസ്സുകളിൽ. അതുപോലെ തന്നെ നമ്മൾ ഗവൺമെൻറ് സ്കൂൾസിൻ്റെ കാര്യം, പ്രൈവറ്റ് സ്കൂളിൽ കുറച്ചും കൂടെ കുറവായിരിക്കും. എന്നാലും മാക്സിമം ഒരു 30 to 40 ഒക്കെ വരുള്ളൂ. അതിനേക്കാട്ടിലും അല്ലെങ്കിൽ ഇത്ര കുട്ടികൾ തന്നെയുള്ള ക്ലാസ്സിലും അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ബോയ്സും ഗേൾസിനെയും സെഗ്രിഗേറ്റ് ചെയ്തിട്ട് യൂണിഫോമിന് സ്പേസിങ് നോട്ട് യൂണിഫോം, ഗേൾസ് സിറ്റ് ഇൻ ഫ്രണ്ട് റോസ് ഹാർഡ്ലി മൂവ്. അപ്പം തിങ്ങി നിറഞ്ഞ രീതിയിലായിരിക്കും പെൺകുട്ടികൾ മുൻപിൽ ഇരിക്കുന്നത്. അഫക്ട്സ് ബോത്ത് മോർ ഗേൾസ്, ഡിസിപ്ലിൻ പ്രോബ്ലംസ് ആൻഡ് ബുള്ളറ്റിൻ ബോർഡ്സ് ആർ ഗ്രേറ്റ് ഹൈറ്റ് ഡിഫിക്കൽട്ട് ഫോർ ഗേൾസ്. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഹൈറ്റിലായിരിക്കും ഈ ബുള്ളറ്റിൻ ബോർഡ്സ്. നമ്മുടെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റിവിറ്റീസൊക്കെ വെക്കുന്ന ബോർഡുകൾ ഉണ്ടാവുമല്ലോ, ബുള്ളറ്റിൻ ബോർഡ്സ്, അത് കുറച്ചും കൂടെ ഹൈറ്റിൽ വെക്കുന്നതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് എത്താനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ ബോയ്സിലേക്ക് എത്തുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഗേൾസിൻ്റെ ഹൈറ്റിലായിരിക്കുമല്ലോ ഉണ്ടാവുക. ഓഫ് കോഴ്സ് ദേ ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ എ ബോയ്. അങ്ങനെയായിരിക്കും ആ ഡ്യൂട്ടീസൊക്കെ അവിടേക്ക് എത്തുന്നത്. പിന്നീട് പറയുന്നത് സ്പേസ് ലെഫ്റ്റ് അൺയൂട്ടിലൈസ്ഡ് ഓർ അറേഞ്ച് ടു പ്രൊമോട്ട് സെഗ്രിഗേഷൻ എമംഗ് സെക്സ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. അപ്പോൾ ഇൻസൈഡ് ദി ക്ലാസ് റൂം ഏത് രീതിയിലാണ് ആ എൻവയോൺമെൻറ്റ് ഉണ്ടാകുന്നത്, ക്ലാസ് റൂമിൻ്റെ സൈസ്, ബെഞ്ചുകൾ, ഡെസ്കുകൾ, എക്യുപ്മെൻറ്റ്സ്, കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ, ബുള്ളറ്റിൻ ബോർഡ്സിൻ്റെ ഹൈറ്റ്, അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു കാര്യത്തിൽ വരുന്നത്. സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ റിലേറ്റ്സ് ടു ബിഹേവിയറൽ ആസ്പെക്റ്റ്, ഡിറ്റർമൈൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടീച്ചർ ടോട്ട് പിയേഴ്സ്. അതായത് ടീച്ചറും കുട്ടികളും അവരുടെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് അല്ലെങ്കിൽ ബിഹേവിയറൽ ആസ്പെക്റ്റിനെയാണ് സോഷ്യൽ എൻവയോൺമെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത്. കോമ്പിനേഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെൻറ്റ് ഡിറ്റർമൈൻസ് ക്ലാസ് റൂം ഡൈനമിക്സ്. അപ്പോൾ ഈ ഫിസിക്കലും സോഷ്യൽ എൻവയോൺമെൻറ്റും കൂടെ ചേർന്നിട്ടാണ് ഒരു ക്ലാസ് റൂമിൻ്റെ ഡൈനമിക്സ് കറക്റ്റ് ആവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത കാര്യം എന്താണ് ചോദിക്കുന്നത്, ജെൻഡർ ഐഡൻറ്റിറ്റി. അതിൽ തന്നെ മെഷർമെൻറ്റ് ഓഫ് ജെൻഡർ ഐഡൻറ്റിറ്റിയാണ് ചോദിക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. അതായത് പേഴ്സണൽ സെൻസ് ഓഫ് വൺസ് ഓൺ ജെൻഡർ ക്യാൻ കോറിലേറ്റ് വിത്ത് അസൈൻഡ് സെക്സ് അറ്റ് ബർത്ത് ഓർ ഡിഫർ ഫ്രം ഇറ്റ്. സൊസൈറ്റീസ് ഹാവ് ജെൻഡർ കാറ്റഗറീസ് ഫോമിംഗ് സോഷ്യൽ ഐഡൻറ്റിറ്റി. അപ്പം ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സ് എടുത്ത് നോക്കുക. ഒരാളുടെ ജെൻഡറിനെ പറ്റിയിട്ടുള്ള ഒരു സെൻസ്, അതുപോലെ തന്നെ നമുക്ക് സെക്സ് ആൻഡ് ജെൻഡർ പറഞ്ഞ ഡിഫറൻസ് അറിയാമല്ലോ. സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലി ഉണ്ടാവുന്നതാണ്. സൊസൈറ്റീസ് ഹാവ് ജെൻഡർ കാറ്റഗറീസ് ഫോമിങ് സോഷ്യൽ ഐഡൻറ്റിറ്റി. അപ്പോൾ സൊസൈറ്റീസാണ് നമുക്ക് സോഷ്യൽ ഐഡൻറ്റിറ്റി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത്. പ്രൈവറ്റ് സെൻസ് ആൻഡ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ഓൺ ജെൻഡർ, നമ്മളുടെ ജെൻഡറിനെ പറ്റിയുള്ള പ്രൈവറ്റ് സെൻസും അതുപോലെ തന്നെ സബ്ജക്റ്റീവായിട്ടുള്ള നമുക്ക് അതിലുണ്ടാവുന്ന എക്സ്പീരിയൻസും ഉണ്ട്. ഇതൊക്കെ ക്വസ്റ്റ്യൻ എന്താണ് ശരിക്കും മനസ്സിലാക്കുക. ജെൻഡർ ഐഡൻറ്റിറ്റി മെഷർ ചെയ്യാനുള്ള വേയ്സ്, നമ്മുടെ ജെൻഡർ എന്താണ്. ഓരോ ആളുകളും യു ക്യാൻ സീ ദ ട്രാൻസ്ജെൻഡേഴ്സ്, ലെസ്ബിയൻസ്, ഹോമോസെക്ഷുവൽസ്, ബൈസെക്ഷുവൽസ്, ഹെറ്ററോസെക്ഷുവൽസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആളുകളുണ്ടാവും. ഇവരൊക്കെ എങ്ങനെയാണ്
അവരായി ഫോം ചെയ്യുന്നത്, അതിനുള്ള മെഷേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സെൻസ് ഓഫ് ബീങ് മാൻ ഓർ വുമൻ, ആക്സെപ്റ്റൻസ് ഓഫ് മെമ്പർഷിപ്പ് ഇൻ ടു മെയിൽ ഓർ ഫീമെയിൽ. ചില ആളുകളുണ്ടാവും ചെറുപ്പത്തിലെ ചില മെന്ന് ബോയ്, അവർക്കൊക്കെ ഒരു കൈൻഡ് ഓഫ് ഗേൾസിൻ്റെ ചായ്വുള്ള ഒരു കൈൻഡ് ഓഫ് ആളുകളാകുമ്പോൾ അവരെന്തെങ്കിലും ഒരു സ്പോർട്സ് ഐറ്റംസിലൊക്കെ കൂടാൻ നേരത്തെ അവർ പറയും, ആ ചാന്തപ്പൊട്ടായ നിനക്കാണല്ലോ ഓടാൻ വേണ്ടി പറ്റുന്ന, ആ രീതിയിലൊക്കെ കളിയാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവരുടെ മനസ്സ് തോന്നും, ഞാനൊരു പെണ്ണിൻ്റെ പോലെ ആണല്ലോ ഞാൻ ആക്ട് ചെയ്യുന്നത്, അപ്പം എനിക്ക് പറഞ്ഞതല്ലേ ഈ സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ മാറി നിന്നാണ് അവസാനം അവരുടെ ഒരു ജെൻഡർ എന്ന് പറയുന്നത് ആ രീതിയിലേക്ക് ഫോം ചെയ്ത് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റിലേറ്റഡ് ടു ജെൻഡർ റോൾ ഔട്ട്വേർഡ് മാനിഫെസ്റ്റേഷൻ റിഫ്ലക്റ്റിംഗ് ജെൻഡർ ഐഡൻറ്റിറ്റി, സെൽഫ് ഐഡൻറ്റിഫൈ ഫ്രം കോമ്പിനേഷൻ ഓഫ് ഇൻഹെറൻറ്റ് ആൻഡ് എക്സ്ട്രിൻസിക് ഓർ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഇൻഹെറൻ്റ് ആയിട്ട് കിട്ടിയത് നമുക്ക് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന കുറച്ച് ഫാക്ടേഴ്സും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും അല്ലെങ്കിൽ പുറത്തു നിന്നും എക്സ്റ്റേണലായിട്ട് കിട്ടുന്ന കുറച്ച് ഫാക്ടേഴ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളുടെ ഒരു ജെൻഡർ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒബ്സർവബിൾ ബിഹേവിയർ ആൻഡ് അപ്പിയറൻസ് നോക്കിയിട്ടും ചിലതുണ്ടാവും. ചില ആളുകളുടെ കൈ കാലൊക്കെ കാണുമ്പോൾ ഒരു ആൺകുട്ടികളുടെ കാണുമ്പോൾ ഒരു പെൺകുട്ടികളുടെ പോലത്തെ കൈയും കാലുമാണ്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് ചിലപ്പം കുറച്ച് മീശയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ശരിക്കും ഒരു ആണായാലും എനിക്ക് സുഖമായിരുന്നു, അത്രയും മീശയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മാസ്കുലൈനും അവർക്ക് ഫെമിനൈനുമായിട്ടുള്ള അവരുടെ ഓരോ ടേംസും കാര്യങ്ങളും എടുത്തിട്ട് ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ജെൻഡർ ഐഡൻറ്റിറ്റി ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ജെൻഡർ ഐഡൻറ്റിറ്റി മെഷർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിൻറ്റ്സ് തന്നെയാണ് ഈ ബോക്സസിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സ്ലോ ആയിട്ടൊന്ന് നിൽക്കാം, നിങ്ങൾക്കൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കാം. യു ക്യാൻ സീ ഇറ്റ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ അതൊന്ന് നോക്കുക, ഇതൊക്കെ ഒന്ന് പോസ് ചെയ്ത് വായിച്ച് നോക്കുക കേട്ടോ. ഓക്കെ, സോ ജെൻഡർ ഈക്വാലിറ്റി ആണ് നമ്മൾ അടുത്തതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വാട്ട് ആർ ദ വേസ് ടു പ്രൊമോട്ട് ജെൻഡർ ഈക്വാലിറ്റി ഇൻ സ്കൂൾ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അടുത്തതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി ഓൾസോ നോൺ ആസ് സെക്സ് ഇക്വാലിറ്റി. അപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നതും സെക്സ് ഇക്വാലിറ്റി എന്ന് പറയുന്നതും രണ്ടും സിമിലർ ആയിട്ട് വരുന്നതാണ്. ജെൻഡർ ഈഗാലിറ്റേറിയനിസം, സെക്ഷൽ ഇക്വാലിറ്റി ഓർ ഇക്വാലിറ്റി ഓഫ് ജെൻഡേഴ്സ് ഈസ് എ വ്യൂ ദാറ്റ് എവറി വൺ ഷുഡ് റിസീവ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് നോട്ട് ബി ഡിസ്ക്രിമിനേറ്റഡ് അഗേൻസ്റ്റ് ബേസ്ഡ് ഓൺ ദെയർ ജെൻഡർ. ഒരാളുടെ ജെൻഡറിനനുസരിച്ച് അവരെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ രണ്ട് രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനോ ഒരാളെയും മറ്റൊരാളെയും തമ്മിൽ മാറ്റി വേർതിരിച്ച് നിർത്താൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ജെൻഡർ ഇക്വാലിറ്റി ഈസ് അച്ചീവ്ഡ് വെൻ വിമൻ ആൻഡ് മെൻ എൻജോയ് ദ സെയിം റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ ജെൻഡർ ഇക്വാലിറ്റി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ മെന്നിനും വിമനും ഒരേ തരത്തിലുള്ള റൈറ്റുകളും ഓപ്പർച്യൂണിറ്റീസും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, അതായത് സാമ്പത്തിക ഇടപാടുകളിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള പാർട്ടിസിപ്പേഷൻ, ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ബിഹേവിയേഴ്സ്, ആസ്പിറേഷൻസ് ആൻഡ് നീഡ് ഓഫ് വിമൻ മെൻ ആർ ഈക്വലി വാല്യൂഡ് ആൻഡ് ഫേവേർഡ്. അപ്പോൾ ഈ എല്ലാ കാര്യത്തിലും ഒരേ രീതിയിലുള്ള സംഭവങ്ങൾ കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ജെൻഡർ ഇക്വാലിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അസൈഡ് ഇൻ സ്കൂൾസ് ആൻഡ് ക്ലാസ് റൂംസ് ആണ് ഇവിടെ പറയുന്നത്. ജെൻഡർ ഇനീക്വാലിറ്റീസ് ഇൻ സ്കൂൾ സീൻ ഇൻ ടീച്ചിങ്, ഇൻറ്ററാക്ഷൻ, മാനേജ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, ഇതിലൊക്കെ നമുക്ക് ജെൻഡർ ഇനീക്വാലിറ്റീസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റീരിയൽസ് മേ ഹാവ് സ്റ്റീരിയോടൈപ്സ്, അവർ യൂസ് ചെയ്യുന്ന മറ്റീരിയൽസിന് വരെ സ്റ്റീരിയോടൈപ്സ് ഉണ്ടാകും. ടീച്ചർ ആൻഡ് അൺഅവെയർ ഓഫ് ജെൻഡർ നീഡ്സ്, ഈ ജെൻഡറിൻ്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ ഇതിപ്പോൾ പറയുമ്പോൾ എന്താ പ്രശ്നം, ആൺകുട്ടികൾ ചെയ്തോട്ടെ അല്ലാതെ പെൺകുട്ടികൾ ചെയ്തോട്ടെ എന്ന് പറയുന്ന സമയത്ത് ടീച്ചേഴ്സ് തന്നെ അവെയർ ആവുന്നില്ല. മാനേജ്മെൻറ്റ് ഇഗ്നോർസ് കൺസ്ട്രെയിൻ ലൈക്ക് ഹറാസ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഗ്നോർ ചെയ്യുകയാണ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ്സുകൾ ഇപ്പം ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾ കുറച്ചും കൂടെ ഒരു ബാക്കിലേക്ക് ചിന്തിച്ചിട്ട് എഴുതിയാൽ മതി. ഇപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ ജെൻഡർ ബയാസുകളും കാര്യങ്ങളൊക്കെ തരണം ചെയ്ത് വരുന്നുണ്ട്. കുറച്ചും കൂടെ റിമോട്ട് ഏരിയാസിലുള്ള സ്ഥലത്തേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാത്തുള്ളൂ. അല്ല, അതൊരു പൊതുവായിട്ടുള്ള പബ്ലിക് സെക്ടറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഡെവലപ്പായി വരുന്നുണ്ട്. സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് എഴുതരുത്, കുറച്ചും കൂടെ ബാക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ എഴുതുക. അതുപോലെ ഹോളിസ്റ്റിക് ഇൻ്റർവെൻഷൻ നീഡഡ്. പിന്നീട് പറയണത് ജെൻഡർ സെൻസിറ്റൈസേഷൻ ഓഫ് പാരൻസ്, കമ്മ്യൂണിറ്റി, ടീച്ചേഴ്സ്, ഗേൾസ് ആൻഡ് ബോയ്സ്, ട്രെയിൻ ടീച്ചേഴ്സ് ഫോർ ജെൻഡർ റെസ്പോൺസീവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. അപ്പോൾ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ജെൻഡർ മനസ്സിലാക്കി എങ്ങനെ ക്ലാസ് എടുക്കണം, എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഗേൾസിനെ കോൺഫിഡൻസ്, അസർട്ടീവ്നെസ്, ഡെസിഷൻ മേക്കിംഗ്, നെഗോസിയേഷൻ സ്കിൽസ്, ഇതൊക്കെ ഗേൾസിനെയും എംപവർ ചെയ്ത് കൊണ്ടുവരണം. ഒപ്രസീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സിനെ റിജക്റ്റ് ചെയ്യണം. ബോയ്സിനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങളിൽ അവരെയും ട്രെയിൻ ചെയ്യണം. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിക്കവാറും പീരിയഡ്സ് ക്ലാസ്സുകൾ,
അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കിട്ടുന്നത് ബോയ്സിന് സെപ്പറേറ്റ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ സെപ്പറേറ്റ് ആയിട്ട് ബോയ്സിന് കിട്ടുന്ന സമയത്ത് എന്താണ്, ബോയ്സിനല്ല ഗേൾസിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ആ സമയത്തും ക്ലാസ് റൂമിൽ മാറ്റി നിർത്തപ്പെടുകയാണ് ബോയ്സ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ രീതിയിലേക്കാണ് ആ ഒരു കൗൺസിലിങ്ങും ഗൈഡൻസിൻ്റെയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാവുക. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ചധികം പോയിൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതുകൂടെ നോക്കുക. റോൾ ഓഫ് പിയേഴ്സ് ഇൻ റീഇൻഫോഴ്സിങ് ജെൻഡർ ഇക്വാലിറ്റി, role of teacher in reinforcing gender equality, role of curriculum and textbook for reinforcing gender equality. അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന കാര്യങ്ങളാണിത്. സോ ഐ തിങ്ക് ഐ ഹവ് ഡൺ ജസ്റ്റിസ് ടു ദ ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ എല്ലാ പോയിൻറ്റ്സും കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമ്മളിതിൽ എല്ലാ പോയിൻറ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഡിസിപ്ലിനിങ് ടെക്നിക്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റോൾസ് എങ്ങനെയാണ് ജെൻഡർ ഐഡൻറ്റിറ്റി നമ്മൾ ഫോം ചെയ്ത് വരുന്നത്, അതുപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റി സ്കൂളിൽ ഫോം ചെയ്യാൻ എന്തൊക്കെയാണ്, പ്രൊമോട്ട് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. കുട്ടികൾക്ക് കൊടുക്കുന്ന അതേ ട്രെയിനിങ് പോലെ തന്നെ ടീച്ചേഴ്സിനും ട്രെയിനിങ് കൊടുക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ ഒരു യൂണിറ്റിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും ഓൾമോസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.